അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു ഗ്രേ കളർ ഇന്നോവ പരിചയപ്പെടാൻ നല്ല ക്വാളിറ്റി വണ്ടി 13 G4 14 രജിസ്ട്രേഷൻ ആണ് വണ്ടി. ഏകദേശം ഫുൾ ആണ് കേട്ടോ. ഒരു 50-55 മുടക്കിയാൽ മതി. കളർ വണ്ടി 2010 മോഡൽ. 10 മോഡലില് നല്ല വൃത്തിയുള്ള വാഹനമാണ്. നിലവിൽ NOC എടുത്തിട്ടില്ല. ആരെ പേർക്കുവാണെങ്കിൽ അവരുടെ പേർക്ക് NOC നമ്പർ ആക്കി കൊടുക്കുക. 5 ലക്ഷമാണ് നമ്മൾ ചോദിക്കുന്നത്. അറിയാത്ത കാര്യങ്ങൾ വെറുതെ കമന്റ് അടിക്കുന്നതിനോടാണ് നമ്മൾ ഈ പറയുന്നത്. ചെക്ക് ചെയ്യാനുള്ള ഫുൾ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു പറ്റിക്കുന്ന ഓപ്ഷൻ ഇല്ല. കിലോമീറ്റർ ഇതിലൊക്കെ കാണിക്കണം 1.140 അതൊന്നും ജെനുവിൻ ആണ്. നമ്മൾ ഒരിക്കലും റീ വണ്ടികളാണ്. ജെനുവിൻ ഉള്ളതുണ്ടാവും ഇല്ലാത്തതുണ്ടാവും. നമ്മൾ ഗ്യാരണ്ടി കിലോമീറ്ററിന്റെ കാര്യത്തിൽ നമ്മൾ ഗ്യാരണ്ടി ഇല്ല. മെക്കാനിക്ക് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ 8,95,000 നമ്പർ ആയ വണ്ടിയാണ്. കേരള നമ്പർ ആയ വണ്ടിയാണ്. ഹലോ ഗൈസ്, മലയാളി മീഡിയയിലെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ ചങ്ങൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇതുവരെ ചെയ്യാത്തൊരു മാരകമായിട്ടുള്ളൊരു എപ്പിസോഡുമായിട്ടാണ്. ഇന്ന് നമ്മളെ മലയാളി മീഡിയയിലെ പ്രേക്ഷകർക്ക് ഓഫർ തന്നിട്ടാണ് കൊല്ലുക. നിങ്ങളെ കണ്ടോ, ഇവിടം തൊട്ട് അവിടം വരെ നല്ല ക്വാളിറ്റി ഇന്നോവകൾ, ഒന്നല്ല രണ്ടല്ല 10 ഇന്നോവകൾ നമ്മൾ കാണിക്കുന്നുണ്ട്. കൂടാതെ ഒരു ഫോർച്യൂണർ, ഒരു ക്രിസ്റ്റ ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. 2010 മുതൽ 2016-15 വരെയുള്ള ഇന്നോവ ഉണ്ട്. അതും ചെറിയ വി ഓപ്ഷൻ വേണ്ടവർക്ക് വി ഓപ്ഷൻ ഉണ്ട്, G4 വേണ്ടവർക്ക് G4 ഉണ്ട്. ഇസഡ് ഇല്ല കേട്ടോ. പിന്നെ ടാക്സി സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ടാക്സി വണ്ടി നമ്മൾ കാണിക്കുന്നുണ്ട്. കൂടാതെ വെറും 5 ലക്ഷം രൂപ മുതലൊക്കെയാണ് സ്റ്റാർട്ടിങ്. 4 ലക്ഷം 5 ലക്ഷമൊക്കെയാണ് സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റിയ റേറ്റ് ആണ്. പിന്നെ ടയോട്ടയുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് വരുന്നില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നല്ല ക്വാളിറ്റി ഇന്നോവ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം കേട്ടോ. അൻവർക്ക, മലയാളി മീഡിയയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എവിടുന്നാണ് ഇത്രയധികം ഇന്നോവ ഇട്ടിരിക്കണേ? ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ഇറക്കുന്നതാണ്. കണ്ടെയ്നറായിട്ട് ഇറക്കുന്നതാണ്. ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത്. ഡീലർ ടു ഡീലർ ആണ്. യാർഡിൽ 5-6 വണ്ടി വേറെ പെയിന്റിംഗിലുണ്ട്, ഇറങ്ങാനൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ കയ്യിൽ ഇപ്പൊ 10 സ്റ്റോക്കും ഉണ്ടല്ലേ. വലിയ മോഡിഫിക്കേഷൻ ഒന്നും നമ്മൾ ചെയ്യലില്ല. അതിനുള്ള റേറ്റ് കുറവുണ്ട്. ഒരു സ്കേർട്ടിങ് ബീഡിങ് അതൊക്കെ കുടുക്കിയിട്ട് വന്ന് നിക്ലിംഗ് ഒക്കെ ചെയ്ത് ഉഷാറാക്കി കഴിഞ്ഞാൽ 9-9:45 വിൽക്കുന്ന വണ്ടികളാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഹോൾസെയിൽ വിലയ്ക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, കേരളത്തിൽ എവിടെയും കിട്ടാത്ത റേറ്റിൽ നമുക്ക് ഇന്നോവ തരും. അത് വീണ്ടും പറയണേ, എവിടെയും കിട്ടാത്ത റേറ്റിൽ അടിയിൽ കമന്റ് പോലെ പറയണേ. ഈ റേറ്റിന് എവിടെയെങ്കിലും ഉണ്ടോ നോക്കി 8,60,000 15 G4 ഇന്നോവ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. കമന്റ് അടിക്കേണ്ട ആവശ്യമോട് പറയണം. ഇത് ഫ്ലഡ് വണ്ടിയാണ്, എങ്ങനെയാണ് തട്ടുണ്ട് റീപ്ലേസ് ഉണ്ട് എന്ന് പറയുന്നത്. ചെറിയ റീപ്ലേസുകളൊക്കെ നമ്മൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് വന്നിട്ട് കമ്പനിയിൽ ലോക്കൽ ഗാരേജിൽ നിങ്ങൾക്ക് ആരെങ്കിലും വർഷാപ്പാരെ കൊണ്ടുതന്നെ അങ്ങനെ ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഫുള്ള് നോക്കിയിട്ട് എടുത്താൽ മതി. തൃപ്തിയായിട്ട് മാത്രം ആളെ കൊടുത്തിട്ട് എങ്ങനെ ഫുള്ള് ചെക്ക് ചെയ്യാം. അറിയാത്ത കാര്യങ്ങൾ വെറുതെ കമന്റ് അടിക്കുന്നതിനോടാണ് നമ്മൾ ഈ പറയുന്നത്. ചെക്ക് ചെയ്യാനുള്ള ഫുൾ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു പറ്റിക്കുന്ന ഓപ്ഷൻ ഇല്ല. കിലോമീറ്റർ ഇതിലൊക്കെ കാണിക്കണം 1.140 അതൊന്നും ജെനുവിൻ ആണ്. നമ്മൾ ഒരിക്കലും റീ വണ്ടികളാണ്. ജെനുവിൻ ഉള്ളതുണ്ടാവും ഇല്ലാത്തതുണ്ടാവും. നമ്മൾ ഗ്യാരണ്ടി കിലോമീറ്ററിന്റെ കാര്യത്തിൽ നമ്മൾ ഗ്യാരണ്ടി ഇല്ല. മെക്കാനിക്ക് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് പറഞ്ഞു. പിന്നെ നമുക്ക് അറിയാത്ത ആണെങ്കിൽ എവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്തോട്ടെ. ഫുള്ള് വർക്ക്ഷോപ്പിൽ നമുക്ക് ടൈം കളയാതെ ഓരോ വണ്ടിമേ തുടങ്ങാം. ഒരു മോഡൽ കൂടി നല്ല സിൽവർ കളർ ഇന്നോവ പരിചയപ്പെടാം. 2015 മോഡൽ ഇന്നോവ നിർത്തിനിന്റെ തൊട്ട് മുന്നേ വണ്ടി. ഒരുപാട് ആൾക്കാർ ചോദിച്ച വണ്ടിയാണ്. സിൽവറോ വൈറ്റോ, അതിൽ സിൽവർ ആണിത്. ഓക്കെ, ടാക്സി ആവശ്യക്കാർക്കൊക്കെ പറ്റും. 7 സീറ്റ് വണ്ടിയാണ്. 7 സീറ്റർ ആണ്. ഒരുപാട് കസ്റ്റമർ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ടാക്സിക്ക് വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവർക്കുള്ള വണ്ടിയാണ് ഇത്. സിൽവർ ആണ്. സിൽവറോ വൈറ്റോ വേണം ടാക്സിക്ക്. അവർ പ്രത്യേകം പറഞ്ഞതാണ്. ഓക്കെ, ഈ ടാക്സി സഹോദരന്മാര് കൂടുതൽ ആവശ്യപ്പെടുന്നത് സിൽവർ വൈറ്റ് കളറാണ്. അവർക്ക് പറ്റിയ വണ്ടിയാണ്. നല്ല റേറ്റിൽ കൊടുക്കാനും പറ്റും. കേരള നമ്പർ ആക്കിയിട്ട് 8,75,000 കൊടുക്കാം. 8,75,000 കൊടുക്കാം. കേരള നമ്പർ ആക്കി. ഇതിന് മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല, ഗ്യാരണ്ടി പറയല്ലേ? ചെറുകിട റീപ്ലേസുകളൊക്കെ ഉണ്ട്. മേജർ ഒന്നും ഇല്ല. മേജർ ആക്സിഡന്റ് ഇല്ല, ഫ്ലഡ് ഇല്ല, നമുക്ക് ഗ്യാരണ്ടി പറയാം. ഫ്ലഡ് ഇല്ല, ടോട്ടൽ ലോസ് ഇല്ല, നമുക്ക് ഗ്യാരണ്ടി ഒരു വണ്ടിക്കും ഇല്ല. അതുണ്ടെങ്കിൽ അവർ തിരിച്ചു കൊടുക്കാം. ഫ്ലഡ് ടോട്ടൽ ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാം. അതെ, നമ്മൾ ഗ്യാരണ്ടി പറയാം. ഓക്കെ, 8,70,000 നെഗോഷ്യബിൾ ആയിട്ട് നേരിട്ട് വരുമ്പോൾ കേരള നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആണ് എല്ലാ വണ്ടിയും. കേരള നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ്. ഒരു ഗോൾഡൻ കളർ വണ്ടി 2010 മോഡല്. 10 മോഡലില് നല്ല വൃത്തിയുള്ള വാഹനമാണ്. നിലവിൽ NOC എടുത്തിട്ടില്ല. ആരെ പേർക്കുമാണെങ്കിൽ അവരുടെ പേർക്ക് NOC നമ്പർ ആക്കി കൊടുക്കുക. 5 ലക്ഷമാണ് നമ്മൾ ചോദിക്കണേ. കുറച്ച് കൊടുക്കാം. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം തിരക്കില്ലാത്ത ഇന്ത്യയിലാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു. 10 വണ്ടികൾ പരിചയപ്പെടുത്തണം. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കവർ ചെയ്ത് പോവാം. വണ്ടി മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത നല്ല വണ്ടിയാണ്. നമുക്ക് ഗ്യാരണ്ടി മെയിൻ ഗ്ലാസ് ഒക്കെ റീപ്ലേസ് ഉണ്ട്. ചെറുകിട റീപ്ലേസുകളൊക്കെ ഉണ്ട്. അതൊക്കെ അവർക്ക് വന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കൊടുക്കാം. മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ നമ്മൾ ഗ്യാരണ്ടി. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ഒരു സിൽവർ കളറ്, നല്ല തരക്കേടില്ലാത്ത ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി. ഒരു 75-80 റുപ്യ മുടക്കിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അപ്പൊ മാക്സിമം ലോൺ കയറും. 15 V ആണ്. വി ഓപ്ഷൻ അല്ലേ? ബോണറ്റ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. നല്ല 4 അടിപൊളി അലോയ് വീലും ഉണ്ട്. ഡയമണ്ട് കട്ട വീക്ക് അലോയ് വീൽ കമ്പനി വരുന്ന അലോയ് വീലാണ്. കമ്പനി അലോയ് വീൽ ഉണ്ട്. പിന്നെ 8 സീറ്റ് ആണ് വരുന്നത് അല്ലേ? അപ്പൊ ഒരുപാട് പേർക്ക് യാത്ര ചെയ്യും ചെയ്യാം. അതെ,
ഫാമിലി ടൂർ കാര്യങ്ങളൊക്കെ പോകാൻ പറ്റിയ നല്ല വാഹനമാണ്. ഇന്റീരിയറും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇന്റീരിയർ ആണ്. ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ, നമ്പർ ആയിട്ട് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. ഇപ്പൊ നമ്പർ ആയി സെക്കൻഡ് ഓണർ, സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടിയാണെന്ന് പറയാം. കേരളത്തിൽ മാറിയിട്ട് നിങ്ങൾ തന്നെ ആയിരിക്കില്ലേ? അതെ, ഇപ്പൊ സെക്കൻഡ് ഓണർ ആയി. സെക്കൻഡ് ഓണർ ആയത് Type 4 ആണ്. അതെ, നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. നമ്മൾ എത്രയാണ് അപ്പൊ ഈ വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ്? ഇത് 9,85,000 ആണ് ചോദിക്കണേ. കുറച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 9,85,000 15V ആണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല തരക്കേടില്ലാത്ത 15V ഓപ്ഷൻ ആണ്. വി ഓപ്ഷൻ ആകുമ്പോൾ അലോയ് വീൽസ് വരുന്നുണ്ട്. ഫുള്ള് 2 എയർ ബാഗ്, അലോയ് ABS എല്ലാ സിസ്റ്റം വരുന്ന വി ആണ്. വി ഓപ്ഷൻ ഇത് മാക്സിമം ലോണും ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു ഗ്രേ കളർ ഇന്നോവ പരിചയപ്പെടാം. നല്ല ക്വാളിറ്റി വണ്ടി. 13 G4, 14 രജിസ്ട്രേഷൻ ആണ് വണ്ടി. ഏകദേശം ഫുൾ ഓൺ കിട്ടും. ഒരു 50-55 മുടക്കിയാൽ മതിയാവും. ചെറിയ റീപ്ലേസ് ഉണ്ട്, അതുകൊണ്ടാണ് ഫുൾ ഓൺ കിട്ടും പറഞ്ഞത്. ടയോട്ട വണ്ടികൾ അധികം വണ്ടിക്കും ഫുൾ ഓൺ കിട്ടാൻ സാധ്യതയില്ല. ചെറിയ റീപ്ലേസ് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ കിട്ടുള്ളൂ. അത് നമ്മളിപ്പോ തന്നെ അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം. റീസെയിൽ വാല്യൂ കൂടുതലുള്ള വണ്ടിയാണ് ടയോട്ട. അതെ, തീർച്ചയായിട്ടും ഫുൾ ഓൺ കിട്ടാൻ നല്ല വണ്ടികൾ. ഒരുവിധ വണ്ടികൾക്കൊന്നും ഫുൾ ഓൺ കിട്ടില്ല. കിട്ടുകയാണെങ്കിൽ റീപ്ലേസ് ഉള്ള വണ്ടിക്കേ കിട്ടുള്ളൂ. വില കുറച്ച് കിട്ടണം അപ്പൊ. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ടയറും കാര്യങ്ങളൊക്കെ ഒരു 80% മുകളിൽ ടയറും വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല ഇന്റീരിയർ ആണ്. അടിപൊളി സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനമാണ് കേട്ടോ. 14 രജിസ്ട്രേഷൻ ആണ്. ഏകദേശം 6 ലക്ഷം വരെ ലോൺ കിട്ടും. 6,80,000 വണ്ടി കൊടുക്കണം. 6,80,000 വണ്ടി 13-14 രജിസ്ട്രേഷൻ. ഓക്കെ, അത് മാക്സിമം ലോൺ കിട്ടും. നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ. 14 വണ്ടി ഈ റേറ്റിന് കിട്ടാൻ ഭയങ്കര പണിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ഒരു ഗോൾഡൻ കളർ ഇന്നോവ പരിചയപ്പെടാം. അതിന്റെ ഡീറ്റെയിൽസ് 12 മോഡൽ 13 രജിസ്ട്രേഷൻ, കേരള നമ്പർ ആയിട്ടുണ്ട് വണ്ടി. വി ഓപ്ഷൻ. ഓക്കെ, ഈ മോഡലിൽ വി ഓപ്ഷൻ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി അലോയ് വീലാണ് വരുന്നത്. പിന്നെ 7 സീറ്റ് ആണ് വണ്ടി. 7 സീറ്റർ ആണ്. എക്സ്ട്രാ നല്ല സീറ്റ് കവർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. 7 ലക്ഷം IDV, 6 ലക്ഷം IDV പുതിയ ഇൻഷുറൻസും ചെയ്തിട്ടുണ്ട്. ഏകദേശം 6 ലക്ഷം വരെ ലോണും കിട്ടില്ല. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഇന്റീരിയർ ആണ്. ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിൽ ഡീഫോഗർ, സ്പോയിലർ, വി ഓപ്ഷൻ ആണ്. 7,15,000 നമ്മൾ ചോദിക്കണേ. ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 7,15,000 വി ഓപ്ഷൻ കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ കരുതും മറ്റേ 12 എന്താ 5-5.25 കൊടുത്തിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അത് വി ആണ്, ഇത് G4 ആണ്. അതിന്റെ അല്ല, ഇത് വി ആണ്, അത് G4 ആണ്. വിക്ക് ഒന്നുകൂടി ഡിമാൻഡ് കൂടും. ഇത് നല്ലൊരു സിൽവർ കളർ, നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? 2012 G4. 12 G4. ഓക്കെ, ഡീറ്റെയിൽസ് എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിരിക്കുന്നത് ഒന്നിന്റെ പുറത്ത് എന്തായാലും 2 സംതിങ് ഓടിയിട്ടുണ്ട്. പിന്നെ ഓണർഷിപ്പോ? ഓണർഷിപ്പ് തേർഡ് ഓണർ. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ഏകദേശം 5 ലക്ഷം 4.5 ലക്ഷം ഒക്കെ ലോണും കിട്ടും. ലോണും കയറില്ല. അപ്പൊ എത്ര നമ്മൾ വണ്ടിക്ക് ചോദിക്കണം? ഇതിന് 5.25 ലക്ഷമാണ് ചോദിക്കണല്ലേ? 12 മോഡൽ. നല്ല കുഴപ്പമില്ലാത്ത വാഹനമാണ്. ആവറേജ് ടയർ വരുന്നുണ്ട്. പിന്നെ ഇന്റീരിയർ ഭാഗത്തോട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല തരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ് വരുന്നത്. കുഴപ്പമൊന്നുമില്ല. സീറ്റ് കവറും ജസ്റ്റ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലേ? കസ്റ്റമേഴ്സിനൊക്കെ സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. ഡീലർ ടു ഡീലർ ബിസിനസ് ആയതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഒന്നും ചെയ്യാനില്ല. പാർട്ടി ആണെങ്കിൽ ചിലപ്പോൾ സീറ്റ് കവർ, ബാക്കിലടി ചെറിയ ഒരു വൃത്തിയാക്കൽ വർക്ക് എടുത്താൽ നല്ല വിലയാണ്. അതെ, തീർച്ചയായും. ഇവിടെ 6 ലക്ഷം 6.5 ലക്ഷമൊക്കെയാണ് റേറ്റ് വരുന്നത്. നമ്മൾ 5.25 കൊടുക്കണം. 5.25. ഈ 12 നിങ്ങൾ എവിടെ അന്വേഷിച്ചോളി, 5-6 എവിടെ കേരളത്തിൽ എവിടെ അന്വേഷിച്ചാലേക്ക് ആ റേറ്റിലേ കിട്ടുള്ളൂ. അത് ഈ മാർക്കറ്റ് അറിയണവർക്ക് നേരെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ മാക്സിമം ലോൺ കയറിന് മാക്സിമം കിട്ടും. ഒരു 5 ലക്ഷം 4.25 ലക്ഷം വരെ ലോണും കയറി കോൺടാക്ട് ചെയ്തു. അപ്പൊ അതേപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ കളർ വാഹനം 15 G4 2015 G4 കേരള വണ്ടി റീവണ്ടി. കേരളത്തിൽ എവിടെയും നമ്പർ ആക്കി കൊടുക്കാം. നമ്പർ ആയിട്ടില്ലത്. നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ് 8,65,000 കൊടുക്കാം. 8,65,000 കൊടുക്കാം. 2015 മോഡൽ കേരള നമ്പർ ആക്കിയിട്ട് 1,20,000 ടാക്സ് വരും. ആ ടാക്സ് അടക്കമുള്ള റേറ്റ്. നമുക്ക് നമ്മളെ മാർജിൻ കുറച്ച് കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മളെ സന്തോഷം. ആ ഒരു ഇതാണ് നമ്മുടെ ഇത്. 8 സീറ്റ് അല്ലേ വരുന്നത്? 8 സീറ്റ് വരുന്നത്. പിന്നെ ടയർ ആവറേജ് ടയറും വരുന്നുണ്ട്. ഡീഫോഗർ എല്ലാം വരുന്ന വാഹനമാണ്. നല്ല ക്വാളിറ്റി ഉള്ള തരക്കേടില്ലാത്ത വാഹനം നോക്കുന്നവർക്ക് ചെറിയ റേറ്റ് 2000 കുറച്ച് മോഡൽ കൂടി ഇന്നോവ ഏകദേശം 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ മുടക്കിയ വണ്ടി ഇറക്കാൻ പറ്റും. 1 ലക്ഷം ചിലപ്പോൾ പ്രൊഫൈൽ റെഡി ആണെങ്കിൽ 1 ലക്ഷം 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ 2015 കുറച്ച് മോഡൽ കൂടി ഇന്നോവ സ്വന്തമാക്കാം. ഓക്കെ, അടുത്ത നല്ല 2 ഗ്രേ കളർ പരിചയപ്പെടാല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2015 G4 ഇന്നോവ. G4. ഓക്കെ, നല്ല കുഴപ്പമില്ലാത്ത കണ്ടീഷൻ വണ്ടിയാണ്. നമ്മൾ ബോണറ്റും അതേപോലെ തന്നെ സൈഡ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. അന്ന് Type 4 തന്നെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, Type 4 ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. പിന്നെ സീറ്റ് കവർ നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. നമ്മൾ എത്രയാണ് അപ്പൊ ഈ വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ്? ഇതിന് 8.95.
8,95,000 നമ്പർ ആയ വണ്ടിയാണ്, കേരള നമ്പർ ആയ വണ്ടിയാണ്. ഓ, കേരള നമ്പർ ആയ വണ്ടിയാണ്. പിന്നെ നമ്പർ ആക്കേണ്ട ആവശ്യമില്ല. ഇല്ല. കസ്റ്റമേഴ്സിന് സുഖസുന്ദരമായി നമ്പർ ആക്കാതെ കൊണ്ടുനടക്കാം. അതേ കളറിൽ തന്നെ നല്ല ഗ്രാഫിക് ഡിസൈൻ ഒക്കെ വരുന്ന 2015 തന്നെയാണ്. സെയിം മോഡൽ സെയിം കളർ സെയിം ഇയർ. ഓക്കെ. വണ്ടി എങ്ങനെ കണ്ടീഷനും ഡീറ്റെയിൽസ്? നല്ല കണ്ടീഷനാണ്. നല്ല കണ്ടീഷൻ അല്ലേ? നല്ല ആവറേജ്, നല്ല അടിപൊളി ടയേഴ്സും വരുന്നുണ്ട്. അത്യാവശ്യം കട്ടുള്ള ടയർ ഉണ്ട്. മേജർ ആക്സിഡന്റ് ഫ്ലഡ് ടോട്ടൽ ലോസിന് നമ്മൾ ഗ്യാരണ്ടിയാണ്. നമ്മുടെ ഷോറൂം തന്നെ ഗ്യാരണ്ടിയാണ്. ഷോറൂമിൽ കൊടുത്തിട്ട് ചെക്ക് ചെയ്തിട്ട് എല്ലാം ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ നമുക്ക് കൊടുക്കാം. തീർച്ചയായിട്ടും. ഇതിന്റെ സീറ്റ് കവർ ഒക്കെ അടിപൊളി സീറ്റ് കവർ കേട്ടോ. ഇന്ത്യയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നല്ല ഇത്രത്തോളം ക്വാളിറ്റി ഉള്ള ഇന്ത്യൻ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. 7 സീറ്റർ ആണ്. റൂഫ് എസി ഒക്കെ നല്ല കൂളിംഗ് അല്ലേ? ഓക്കെ. എത്ര ചോദിക്കണം നമ്മൾ ഇതിന്? ഇത് സെയിം തന്നെയാണ്, 895. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് ടാക്സി സഹോദരന്മാർക്കാണെങ്കിൽ ആ ടാക്സിക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്താ ആ ലൈക്ക് ബട്ടൺ അമർത്തുക. പിന്നെ ഈ വീഡിയോ എന്തായാലും ഉപകാരപ്രദമായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടിപൊളി ഒരു കിടുക്കാച്ച അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുമായിരിക്കും. ഗുഡ് ബൈ.